നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2024 ജൂലൈ മാസത്തെ തിരുവോണം നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം. തിരുവോണം നക്ഷത്രക്കാരെ സംബന്ധിച്ച് 4-ാം ഭാവത്തിൽ നിന്നിരുന്ന വ്യാഴം ഇപ്പോൾ 5-ാം ഭാവത്തിലുണ്ട്. 4-ാം ഭാവാധിപതിയും ലാഭാധിപതിയായിരിക്കുന്ന ചൊവ്വയോട് ചേർന്നാണ് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം ലഗ്നാൽ 5-ാം ഭാവത്തിൽ നിൽക്കുന്നത്. അപ്പം 5-ാം ഭാവം എന്ന് പറയുമ്പോൾ 5-ാം ഭാവത്തിലും 9-ാം ഭാവത്തിലൊക്കെ വ്യാഴം നിന്നാൽ നല്ല രീതിയിലുള്ള ദൈവാധീനം ചാരവശാലുണ്ടാകും. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ചെയ്യുന്ന പ്രവൃത്തികളിലൊക്കെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുണ്ട്. 7-ാം ഭാവത്തിൽ 5-ാം ഭാവാധിപതിയും കർമാധിപതിയായിരിക്കുന്ന ശുക്രൻ നിൽക്കുന്നത് ഭാഗ്യാധിപതിയോട് ചേർന്നാണ്. അപ്പോൾ ഭാഗ്യ കർമാധിപന്മാർ ഒരുമിച്ച് യോഗം ചെയ്ത് നിൽക്കുമ്പം ഭാഗ്യം കൊണ്ട് തൊഴിലിൽ അഭിവൃദ്ധിയും ഉയർച്ചയും ഉണ്ടാകാനായിട്ട് യോഗമുള്ള ഒരു മാസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മാസത്തിൽ അത്യാവശ്യം സാമ്പത്തികമായിരിക്കുന്ന നേട്ടങ്ങളും ഗുണങ്ങളും ഒക്കെ അനുഭവിക്കാനായിട്ട് സാധിക്കും. എന്നാൽ ഏഴശനിയിൽ 2-ാം ഭാവത്തിൽ നിൽക്കുന്ന ശനിയാണ്. അതായത് 5 വർഷം കഴിഞ്ഞ് ഇനി ഒരു 2.5 വർഷം കൂടി ഉണ്ട്. അതിൽ 5-6 മാസം കഴിഞ്ഞ് ഇപ്പോൾ 2 വർഷം കൂടിയാണെന്ന് ഏകദേശം ശനിയുടെ അപഹാരകാലം ഏഴശനി ദോഷം ഉണ്ടാകുക. അപ്പോൾ ഈ ശനിദോഷത്തിൻ്റെതായിരിക്കുന്ന ദുരിതമുണ്ടാകാതിരിക്കും. ചന്ദ്രലഗ്നാധിപതിയായ ശനിയാണ് എന്ന് പറയുന്നത് കൊണ്ട് ഒരു പരിധിവരെ ഗുണമാണെങ്കിലും ശനി ഇപ്പോഴവിന് പരിഹാരമായിട്ട് അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യുക, അതല്ലെങ്കിൽ എള്ളുപായസം കഴിപ്പിക്കുക, നെയ്വിളക്ക് കഴിപ്പിക്കുക. ഭാതകദേശ ശൗര്യം എന്ന് പറയുന്ന യോഗം ചെയ്ത് 3-ൽ രാഹുവാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് വിദേശത്ത് പോകണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന സമയത്ത് ഒരു ചെറിയ തടസ്സങ്ങൾ വരിക, സഹായിക്കേണ്ടവരുടെ പെരുമാറ്റം നമുക്ക് ചില സമയത്ത് അപ്രിയമായിട്ട് തോന്നുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ്. 16-ാം തീയതി വരെ നിൽക്കുന്നത് 6-ാം ഭാവത്തിലാണ്. സൂര്യൻ നിൽക്കുന്നത് ഇഷ്ടസ്ഥാനത്താണ്. അപ്പോൾ സൂര്യൻ ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ടും കർമാധിപതി നിവർത്തി സ്ഥാനത്ത് ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്നു എന്ന് പറയുന്ന ഒരവസ്ഥയുള്ളത് കാരണം കൊണ്ട് ആത്മവിശ്വാസം വർദ്ധിക്കുകയും ചെയ്യേണ്ട കാര്യങ്ങളിൽ തൊഴിലിൽ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുകയും മാനസികമായിട്ട് സന്തോഷം അനുഭവിക്കാൻ സാധിക്കുകയൊക്കെ ചെയ്യും. പിന്നെ പ്രിയ കലഹോസ്തകത എന്ന് പറയുന്നൊരു യോഗം ചെയ്തിട്ടാണ് 7-ാം ഭാവത്തിൽ ബുധൻ നിൽക്കുന്നത്. 6-ാം ഭാവാധിപതിയോട് ചേർന്നാണ്. അപ്പോൾ ഭാര്യാഭർത്താക്കന്മാർ തന്നെ സംസാരിക്കുന്ന സമയത്ത് ഒറ്റയ്ക്കുള്ള സമയത്തൊക്കെ പ്രിയകലഹങ്ങൾ സൗന്ദര്യപ്പണക്കം ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും ഇടയ്ക്കിടയ്ക്ക്. അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. സമയദോഷത്തിൻ്റെതാണെന്ന് മനസ്സിലായിക്കൊണ്ട് പരസ്പരം അഡ്ജസ്റ്റ് ചെയ്ത് പോകാനാണ് ശ്രദ്ധിക്കേണ്ടത്. അതേപോലെ തന്നെ പുതിയ പ്രേമബന്ധങ്ങൾ ഉടലെടുക്കാൻ യോഗമുള്ള സമയമാണ്. കാമുകന്മാർ തമ്മിൽ ചെറിയ കലഹങ്ങൾ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുകയും അതിൻ്റെ പേരിൽ മാനസികമായിട്ട് ടെൻഷൻ അനുഭവിക്കുകയും ചെയ്യും. കാരണം അഗ്നികാരകനായിരിക്കുന്ന ചൊവ്വ ഭാതകാധിപതിയായിട്ട് ദുരിതഭവനാധിപതിയോട് ചേർന്ന് 5-ാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് മാനസിക ടെൻഷൻ എന്ന് പറയുന്ന ഒരവസ്ഥ, പ്രത്യേകിച്ച് അത് സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ മാനസികമായിട്ടുള്ള ടെൻഷൻ വർദ്ധിക്കാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് ദേവീക്ഷേത്രത്തിൽ ഗുരുതി പുഷ്പാഞ്ജലി, നെയ്വിളക്ക് മുതലായിട്ടുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്ത് ദൈവാധീനം വർദ്ധിപ്പിക്കാനായിട്ട് പ്രത്യേകമായിട്ട് ഈ മാസത്തെ ശ്രദ്ധിക്കണം. നല്ല പ്രാർത്ഥന കൂടി ഉണ്ടാകണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.